ഗൈസ്, അപ്പൊ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. കുറെ നാളായി ഞാൻ വ്ലോഗ് എടുത്തിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറെ നാൾക്ക് ശേഷം ഇന്ന് എന്നെ വ്ലോഗ് എടുത്ത് തുടങ്ങാന്ന്. കുറെ പേരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ആക്ച്വലി എന്താ വ്ലോഗ് ഒന്നും ഇടാത്തതെന്ന്. ആക്ച്വലി 2-3 വ്ലോഗൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇടാൻ എനിക്കൊരു മടിയുണ്ട്. എഡിറ്റ് ചെയ്തൊന്നും അങ്ങോട്ട് കഴിയുന്നില്ല. അപ്പൊ അതാണ്. പക്ഷെ ഇനി മുതൽ ഞാൻ മാക്സിമം വ്ലോഗ് ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ സമയം 12:45 അപ്പൊ ഞാനും ഗൗതമും കൂടിയും ഇവിടെ കാക്കനാട് ഒരു സ്ഥലത്ത് ബ്രൗണി വിത്ത് ഐസ്ക്രീം കഴിക്കാൻ വന്നതാണ്. അതെന്റെ ഫേവറേറ്റ് സാധനമാണ്. അപ്പം കുറെ നാളെ മറ്റേത് ഞാനും ഗൗതമും എവിടെയെങ്കിലൊക്കെ പോയി വരുമ്പോൾ അവിടെ നിന്ന് മാസത്തിൽ ഒരിക്കലൊക്കെ കയറി കഴിക്കാറുണ്ട്. അപ്പൊ ഞാൻ കുറച്ചധികം നാളായിട്ട് ഇത്തിരി ഷുഗർ കട്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പൊ ബർത്ത്ഡേ ആവാൻ മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൗതം. അപ്പൊ ഞാനാണെങ്കിൽ ഇനി നാളെ ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ട്. വേറെ ഒന്നല്ല, അതെ ഇന്ന്, അതായത് നോർമലി ഓഫീസിലൊക്കെ പോണം. പിന്നെ രാത്രി പരിപാടി ഇത് മെയ് 21 ദൃശ്യം 3 റിലീസാണ്. ഫസ്റ്റ് ഡേ തന്നെ കാണണം. അതെ. അപ്പൊ നാളെ അല്ല ഇന്ന് എങ്ങനെ ഇരിക്കണ്. അപ്പൊ ഇന്ന് ദൃശ്യം 3 കാണാൻ പോകും നൈറ്റ്. അപ്പൊ നമുക്ക് ടൈം കിട്ടാത്തോണ്ട് ഗൗതം പറഞ്ഞ് ഇപ്പൊ പോവാം, ഇപ്പൊ പോയി കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി. അപ്പൊ നമ്മളത് പോയി കഴിച്ച് ഇപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കണേ. നാളെ ആക്ച്വലി എന്തായാലും ഒരു നോർമൽ ഡേ പോലെ തന്നെ ആയിരിക്കും. നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഉച്ചക്ക് നൈസായിട്ട് ഗൗതം ഞാനും കൂടി ഒരു ലഞ്ച് കഴിക്കാന്നൊക്കെ വിചാരിക്കും. നടക്കുമെന്നറിയില്ല, പോസിബിൾ ആവുമെന്നറിയില്ല. അപ്പൊ ഇതൊക്കെയാണ് നാളത്തെ പ്ലാൻ. ഭയങ്കര ആഡംബരമായിട്ടുള്ള ആഘോഷങ്ങളൊന്നും ആയിരിക്കില്ല. ചെറുതായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ആർമാദിക്കാം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ. Happy birthday to you. Happy birthday to you. ഇവിടെ ഊതിയില്ല. ഇതിപ്പോ കാണുമ്പോഴല്ല ചോക്ലേറ്റ് ആണ്. ആക്രാന്തം. അയ്യോ, അതെനിക്ക് ഇഷ്ടപ്പെട്ട്. താങ്ക് യു. ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ. സൺഫ്ലവർ ആണ്. ഞാൻ കൈ തുടച്ചിട്ടില്ല. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി സൺഫ്ലവർ? ഓ താങ്ക് യു. എന്റെ ലൈഫ്. എടാ നിങ്ങൾ എവിടെ നിന്ന് ഒപ്പിച്ച്? എടാ ഭീകര. ദിസ് ഈസ് നൈസ്. നീ എവിടെ നിന്ന് വന്ന്? താങ്ക്സ്. നൈസ്. എടാ സൺഫ്ലവർ കിട്ടി. സൺഫ്ലവർ കിട്ടി. എന്റെ ഫേവറേറ്റ് ഫ്ലവർ കിട്ടി. ഓക്കെ നോക്ക്, നിന്നോടാണ് സൺഫ്ലവർ കിട്ടി. ഒറിജിനല് സൺഫ്ലവർ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. ബൈ. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ചേച്ചി ഞങ്ങൾക്ക് 500 രൂപ അയച്ചു തരുന്നതായിരിക്കും. അതെ, ചേച്ചിയുടെ ബർത്ത്ഡേ സമ്മാനം. നമുക്ക് അതെന്താ ഒളിച്ചടക്കുന്നു? ഞാൻ എന്റെ ഭർത്താവിന്റെ അടുത്ത് പോകുന്നു. ഇവന്മാര് വിസ്കി അച്ഛനൊക്കെ കാണണം വ്ലോഗ. അമ്പളങ്ങളല്ലേ? അയ്യോ സോറി, ലൈൻ കട്ട്. ബൈ. എനിക്ക് ഇവൻ സൺഫ്ലവർ മേടിച്ചു തന്നു. എൻ്റെ ഫേവറേറ്റ് ഫ്ലവർ. താങ്ക് യു.
ഒന്നും കൊടുക്കുന്നില്ല. ഇവര് എനിക്ക് സർപ്രൈസ് ആയിട്ട് പിന്നെ തരും ഇല്ലേ? നീ ഏതാ തരണണ്ടോ സർപ്രൈസ്? മോൻ പുറത്തു സർപ്രൈസ് തരണം. ഞാൻ വെയിറ്റിംഗ് ആണ്. ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് തന്നാ മതി. ബൈ, വൈകിട്ട് കാണാം. ടാറ്റാ. വീട്ടിലോട്ട് തന്നെ പോണേ. ഒത്തിരി നാളായില്ലേ കണ്ടിട്ട്. അങ്ങനെ ഇന്നിപ്പോ അതേ സമയം എത്ര മണിയായിടാ? 1:20. അപ്പൊ കാലത്ത് തിരികെ നേരം ഓഫീസിലോട്ട് വന്നുണ്ട്. ഇവിടെ വന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഇപ്പൊ അതേ ഞാനും വിക്കിയും കൂടി ഇവനെ തന്നെ മെട്രോ സ്റ്റേഷനിൽ ഇറക്കി വിടും വൃത്തിയിട്ടവൻ. എന്നിട്ട് നിങ്ങൾ എന്റെ വെഡിങ് ആനിവേഴ്സറി കൊളാക്കി. എന്നിട്ട് ഇനിയിപ്പോ അവന് വീണ്ടും വെറുതെ പറഞ്ഞാണ്. അപ്പോൾ എന്നിട്ട് അപ്പൊ ഗൗതം അങ്ങോട്ട് വരും. അവൻ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാന്നാണ് പറഞ്ഞത്. നേരെ ഓഫീസിലോട്ട് വരും. അങ്ങനെ അപ്പൊ അതേ പൊക്കോണ്ടിരിക്കുകയാണ്. തിരിച്ച് കൊണ്ടുവരാൻ വരുവില്ലേ? പോയി വരും ഉറപ്പായിട്ട് വരും. ഹായ് മോൻ. അമ്മേ ചെളിയാണല്ലോ വണ്ടി കുറച്ച്. ഫുഡ് കഴിക്കാൻ പോവാ. അങ്ങനെ ഗൗതം വന്ന് ഗൗതം എന്നെ പിക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. ഇവിടെ എടപ്പള്ളിയിലെ ഗൗതമ്മ ചങ്ങമ്പുഴ പാർക്ക് അവിടെ ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ തിരിച്ചു പോകും നേരെ ഓഫീസിലോട്ട്. തനിക്കിത് ഇഷ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം എല്ല് പീസല്ലേ. അതാണോ തന്റെ വിഷമം? ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇഷ്ടമായ ഗൗതമിന്റെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ ഫുഡ് ഇവിടുന്ന് ആദ്യമായിട്ട് കഴിക്കണത് ഗൗതത്തിൻ്റെ ഒരു കസിൻസ് വന്നപ്പോൾ അവരുടെ കൂടെ പോയി കഴിച്ചതാ. നല്ല നെയ്ച്ചോറും ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നോർമൽ ചിക്കൻ അല്ല, ഭയങ്കര മൂത്ത ചിക്കൻ ഒന്നല്ല. എന്താ പറയാ, ഇളങ്കോഴി എന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കുന്നത്. ഇപ്പൊ ഗൗതം എവിടെ പോവാന്ന് വെച്ചപ്പോ ഗൗതത്തിനും എനിക്കും വരാൻ എളുപ്പം എടപ്പള്ളിയാണ്. അപ്പൊ ഇവിടെ അടുത്ത് വല്ലതും പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അടിപൊളിയായിരുന്നു ഫുഡൊക്കെ. ഹലോ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഓഫീസിൽ നിന്ന് വന്നിപ്പോൾ റെഡിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ ലുലു മാളിൽ പോകണം, അവിടെ ദൃശ്യം കാണാൻ പോണ്. അപ്പോൾ ഇത് ഞാൻ റെഡിയായി. അപ്പോൾ പോകാം. സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഒരാളെ പേടിപ്പിക്കണത്. ഹാപ്പി ബർത്ത്ഡേ. എന്താണത്?
കൊള്ളല്ല. ആരടാ നിന്നെ സാധനം ചെയ്യണം? എടുക്കാൻ പറ്റിയില്ല നെട്ടി നമുക്ക് ഞാൻ പറ്റി പെട്ടെന്ന് ലക്കം. എന്റെ നോക്കി എന്റെ കൈ നോക്കിയാണ് എന്താണ് ഇത് ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു ലൈറ്റ്? ലൈറ്റ് ഓഫ് ചെയ്ത് പെട്ടെന്ന് ഞാൻ കണ്ണു അത് ഇങ്ങനെ കണ്ണൂർക്കാവ് ഞാൻ അവിടെ ഇങ്ങോട്ട് ഉറങ്ങിയിട്ടാണ്. വണ്ടി ഇറക്ക ഇഷ്ടമായോ നല്ലതാണ്. അതെന്റെ ഓക്കേല് ഇരിക്കണം. നല്ലതാണ്. എവിടെ സഞ്ചാരി ആഡായില്ല ഞാൻ എന്റെ ഇതിലെടുക്കാം. പ്രിയമോടിതു ഞാൻ കരതാരിൽ കരുതിയും മരുഭൂമിൽ പല പാതകൾ താണ്ടുകയല്ലേ മെല്ലെ മെല്ലെ ഒരു കാറ്റിലുമായി കലരാതെ ഒരു വീർപ്പിനുമാർത്തുലയാതെ കരളെ കുളിരായ കിനാവേ നോവേ തേനേ മേരെ മോല മോല മേരെ മോല മോല മേരെ മോല 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 മേരെ മോല മേരെ മോല. ബൈ സാന്ദ്രാക്കി സൈഡ് അൺബോക്സ് കയ്യോളൂടാ കയ്യേ എവിടെ നിൽക്കുന്നു? താങ്ക് യു. ഓക്കെ ഹായ് പൂക്കി സാധനം. ഹായ് ഇതിന്റെ പകുതി വരാം. വുമൻസ് പെർഫ്യൂം സെറ്റ്. അല്ല ഒരെണ്ണം അത് പെർഫ്യൂം നിങ്ങളുടെ പാക്കിംഗ് പിന്നെ പറയാതിരിക്കാൻ വയ്യ. ഗസ് ചെയ്യോ എന്താണ്? ഇതാരെന്ന് പറഞ്ഞേ? കുട്ടൻ്റെ ഉണ്ട്. ലക്സിനൊക്കെ നിങ്ങൾ എന്താടാ പൈസ കൊടുത്ത് മേടിച്ചത്? എന്ത് സാധനമാണ്? ഓ ഗസിന്റെ ബാഗ്. താങ്ക് യു. വല്ലാതെ വാടല്ലേ പൂവേ നീ എന്റെ കുഞ്ഞുമലല്ലേ. താങ്ക്സ്. പൈസ ദീർഘമുണ്ടോ നോക്കിയത് ഇതിൽ ദീർഘം വെക്കാന്ന്. അതെന്താന്ന് ഗസ് ഉണ്ടോ? എന്തെങ്കിലും വ്യക്തി മുത്തിന് മനസ്സിലാവൂല. അതെന്താടാ? ഇത് കണാമികച്ചന്റെ നമ്പറാ. വ്യക്തിയുണ്ട് മനസ്സിലാവും. എന്തെങ്കിലും മറ്റേ സാധനം എന്താ സാധനം മനസ്സിലാവുന്നല്ലോ. ശബരിമലയ്ക്ക് ഇനിയുള്ളത് കണ്ടാ ചിലപ്പോ മനസ്സിലാവും. എന്നാളും നാം ഇനിയൊന്നേ നീ എന്റെ പൂത്തണലല്ലേ. അത് ബ്ലോഗറുണ്ട്. താങ്ക് യു. വല്ലാതെ വാടല്ലേ പൂവേ നീ എന്റെ കുഞ്ഞുമലല്ലേ. ഇതെല്ലാരും ലക്ഷറി സാധനങ്ങളാണ്. എന്തായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ എന്നാളും നാം ഇനിയൊന്നേ നീ എന്റെ പൂത്തണലല്ലേ. എന്റെ അടുത്ത് പൈസ വിളിക്കരുത്. കണ്ണിൽ പിണങ്ങി പോകല്ലേ
എന്റെ ഫേവറേറ്റ് പൊക്കിയിരുന്നു കേട്ടോ. നീ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. അതെ, എല്ലാവർക്കും താങ്ക് യു. പോയി കിടന്ന് ഉറങ്ങി. എന്റെ ബർത്ത്ഡേ കഴിഞ്ഞിരിക്കുന്നു. ഗുഡ് നൈറ്റ്. എന്റെയും ലാലേട്ടന്റെയും. അതെ അതെ, എന്റെ ലാലേട്ടന്റെയും ബർത്ത്ഡേ ഒരു ദിവസമായിരുന്നു. ബൈ ബൈ. ബൈ.